ഞാൻ പഠിച്ചിട്ടില്ല. പാരമ്പര്യമായിട്ട് വാപ്പ തങ്ങളാണ്. ഇപ്പം തങ്ങന്മാർ ചെറിയ പണികളുണ്ട്. അതുപോലെ തന്നെ അതിന് വലിയ മന്ത്രവാദമൊന്നുമില്ല, വാദമൊഴിപ്പിക്കലില്ല. സാറിപ്പോൾ ഒരു വീഡിയോ കാണിച്ചില്ല സാർ, പിന്നെ ഞാനൊരു വാദമൊഴിപ്പിച്ചു പറഞ്ഞു. അത് തെറ്റാണ് സാർ. ഞാൻ 2 ദിവസം മുമ്പ് പിന്നെ സംഭവിച്ചതാണത്. അതിന് വിശദീകരണമായിട്ട് ഒരു സഹോദരിക്ക് മെന്റലായിട്ട്, അങ്ങനെ തന്നെ പറയട്ടെ, ബാധയല്ല, മെന്റലായിട്ട് ഇവിടെ വന്ന് ഞാൻ ലൈവ് നടത്തുന്ന റൂമിലേക്കാണ് അവർ കയറി വന്നത്. അവരെ വാതിലും അടിച്ചു സാർ. എന്നിട്ടോ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ നേരെ ആശുപത്രി കൊണ്ടുപോകും. അതൊക്കെ ആ സ്ത്രീകൾ പറഞ്ഞ വീഡിയോസ് സാർ യൂട്യൂബിൽ സെർച്ച് ചെയ്യും, കിട്ടും സാർ. അതൊന്നും നോക്കിയിട്ടില്ല സാർ. ആരോ തെറ്റിദ്ധരിപ്പിച്ചു. പിന്നെ ആ നോട്ടീസിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് സാർ. നമുക്ക് നോട്ടീസ് അടിച്ചിട്ട് ചികിത്സയ്ക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയൊന്നും നമുക്ക് നോട്ടീസ് അടിച്ച് കുറേ ആളുകൾ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മുമ്പേ എനിക്ക് ഒരുപാട് ജനങ്ങളുണ്ട്, എന്നെ സ്നേഹിക്കുന്നവരുണ്ട്. നമുക്ക് അതിനൊന്നും എന്ത് ചെയ്യേണ്ട. പിന്നെ ആ നോട്ടീസിലൊന്നും നമ്മൾ ഉത്തരവാദിയല്ല. നമ്മൾ യുനാനി ഡോക്ടറല്ല. ഞാൻ എവിടെ അത് പറഞ്ഞിട്ടുമില്ല. നിങ്ങൾ തെളിയിക്കും ഞാൻ എവിടെ ആരുടെ യുനാനി ഡോക്ടർ എന്ന് പറഞ്ഞ്. ഇത് നിയമല്ലേ, ഇന്ത്യ രാജ്യമല്ലേ. ഞാൻ യുനാനി ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ വേണ്ടേ? അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സാറാരോ അത് കുറെ ഇതിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു സഹോദരി ഒരു വോയിസ് ഉണ്ട്, കൊടക്കാട് തങ്ങള് പിന്നെ എന്താണ് വളരെ മോശമാണ്, കൊടക്കാട് തങ്ങളെ വീട്ടിൽ നടക്കുന്നത് അനാചാരാണ്, കൊടക്കാട് തങ്ങള് പിന്നെ അവരെ ഇവിടെ വന്നപ്പോൾ അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തെളിവുകളൊക്കെ ഉണ്ടായിരുന്നു. തെളിവുകൾ പുറത്തു വരട്ടെ. നിങ്ങൾക്കറിയോ ആ പെണ്ണുങ്ങള് അതിൽ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇത് നിർത്തണമെന്ന്. ഒരുപാട് യൂട്യൂബർമാർ 4 വർഷമായി ഇതിന്റെ ബാക്കിൽ നടക്കണം. ആർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവസാനം വഴിമുട്ടിയപ്പോൾ പെണ്ണുങ്ങളെ വെച്ചിട്ട് കളിക്കുകയാണ്. തെളിവ് കൊണ്ടുവരട്ടെ അവര് തെളിവ് കൊണ്ടുവരട്ടെ. എനിക്ക് പ്രശ്നമില്ല. ഞാൻ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. എൻ്റെ ഇത്രയും വർഷമായിട്ട് എന്നെ കുറിച്ച് ഒരാളും എന്തില്ല ഒരു മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ സഹോദരൻ്റെ കയ്യിൽ തെളിവുണ്ടായിരുന്നു. തെളിവ് അവർ പറഞ്ഞ തെളിവ് മാത്രമല്ല, ഇതിന്റെ ബാക്കിൽ കളിക്കുന്നത് കാസർകോട്ടുകാരാണ്. ഈ സഹോദരി കാസർഗോഡുള്ള യൂട്യൂബർക്ക് നമുക്കെതിരെ ഒരു 1-2 യൂട്യൂബർമാര് നിരന്തരം എന്ത് ചെയ്യും, പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും. എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കേസ് കൊടുക്കും. അപ്പോ ഈ സഹോദരൻ്റെ ഒരു വോയിസ് ഉണ്ട്. ആർക്കയച്ച ഈ കാസർഗോഡുള്ള പിന്നെ ആൾക്കയച്ച പിന്നെ വോയിസ് നമ്മളെത്തുണ്ട്. കാസർഗോഡുള്ള യൂട്യൂബർമാർ 7 ലക്ഷം ഉറുപ്പിന്റെ ഒക്കെ വാങ്ങി. പേര് പറയുന്നില്ല അതിന്, മനസ്സിലായില്ലേ? കാസർഗോഡിൽ മാത്രമല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ എന്തിനാ തങ്ങളെ കൊടുത്തതെന്ന്. അവരെനിക്കൊരു ഉപദേശം തന്നിരുന്നു. എന്താ അറിയോ, ഒരു മനുഷ്യനെ കുറിച്ച് നിരന്തരം ഇങ്ങനെ വീഡിയോസ് ഇട്ടാല് കുറെ ആളുകളുണ്ടാവും, അറിയാത്തവരൊക്കെ വിശ്വസിക്കും. കുറെ ഇങ്ങനെ ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും മടുപ്പ് തോന്നും. അപ്പം അതുകൊണ്ട് തങ്ങൾ എന്തെങ്കിലും ഞങ്ങൾ സെറ്റിൽമെന്റ് ആക്കിയിട്ട് ഞങ്ങൾ നിങ്ങളെ ബാക്കിൽ വരൂല. അങ്ങനെ അവർക്ക് എന്തൊക്കെ 7 ലക്ഷം ഉറുപ്പ്യ വാങ്ങി. ഒരു വർഷം എന്തിട്ടില്ല, ബാക്കിൽ 1-2 വർഷം വന്നില്ല. ഇപ്പോൾ 10 ലക്ഷം ഉറുപ്പ്യ വെച്ചിട്ട് ഇത് കൊടുക്കാല്ല. അപ്പോൾ എന്താക്കി രംഗത്ത് വന്നു. പൈസ ഇല്ല. അപ്പോ നിരന്തരമായിട്ട് പൈസ കൊടുക്കാത്തതുകൊണ്ട് വേട്ടാടുകയാണ്. മനസ്സിലായില്ലേ? പിന്നെ ഈ സഹോദരി പലതും പറയുന്നുണ്ട്. അപ്പോ അവരെന്ത് ചെയ്യട്ടെ, അവര് പിന്നെ പോലീസിൽ അറിയിച്ച് തെളിവുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യട്ടെ, നമ്മൾ അറസ്റ്റ് ചെയ്യട്ടെ. തെറ്റ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം. പക്ഷേ ഇങ്ങനത്തെ അവരിന് ആ വോയിസ് പറയുന്നുണ്ട് ഇത് നിർത്തണം എന്നുള്ളത്. ഇതെങ്ങനെയും പുകച്ച് ഇത് പൊളിച്ചടക്കണം എന്നാണ് എന്ത് ചെയ്യുന്നത്. അപ്പൊ തന്നെ നമുക്കറിയില്ല ഒരു ഉദ്ദേശം എന്താണ്. അപ്പൊ ഇവരും ഈ പിന്നെ മറ്റുള്ളതിൽ ഗ്യാങ്ങാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഇൻഷാ അള്ളാ അതിലൊന്നും നമ്മൾ ഭയപ്പെടുന്നില്ല. പിന്നെ കുറെ കാലായി
ഞാൻ കുറെ കണ്ണാടി വെച്ച ഫോട്ടോ, ഞാൻ പാൻ്റ് ഇട്ട ഫോട്ടോ ഒക്കെ ആയിട്ട് കുറെ ആൾക്കാർ അവര് പറയുന്ന വേഷം കെട്ടാണെന്ന്. അത് സത്യം പറയാണ്, അതൊരു വേഷം കെട്ട. എങ്ങനത്തെ വേഷം കെട്ട്? ഗൾഫിക്ക് പോകുമ്പോഴുള്ള വേഷം കെട്ട. 20 കൊല്ലമായി ചികിത്സ തുടങ്ങിയിട്ട്. 15 കൊല്ലമുള്ള ഫോട്ടോസാണ് എൻ്റെ ഫേസ്ബുക്കിലുള്ള ഫോട്ടോസാണ് ഇതൊക്കെ. ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ ഗൾഫിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഞാൻ ഇടുന്ന ഫോട്ടോസാണിത്. ഗൾഫിക്ക് പണ്ട് കാലത്തൊക്കെ പിന്നെ അല്ലേ പാൻ്റൊക്കെ എടുത്തിട്ടാണ് ആൾക്കാർ പോയത്. അന്നൊന്നും തുണി എടുക്കൂല. അപ്പോൾ സ്വാഭാവികമായിട്ട് പാൻ്റ് ഇട്ട് കഴിഞ്ഞ് ഫോട്ടോ എടുക്കും. അത് നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ട് അതൊരു വേഷം കെട്ട് എന്നും പറഞ്ഞിട്ട് നടക്കും. അപ്പം അതുകൊണ്ട് സാറോട് പറയാം, ഞങ്ങൾ പേരെന്താന്ന് എനിക്കറിയില്ല, മറുനാടെന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്കിങ്ങോട്ട് പറയാനുള്ള എന്താ അറിയാം, നിങ്ങൾ സത്യം അന്വേഷിക്കണം. കാരണം നിങ്ങളെ പിന്നെ ചാനൽ വിശ്വസിച്ച് പല ആളുകൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് മറുപടി ഒന്നും അല്ല കേട്ടോ, സത്യം പറയാണ്. പിന്നെ ഒരു കാര്യം ഇങ്ങോട്ട് പറയട്ടെ, 70 മക്കളെ കെട്ടിച്ചിരിക്കണം. 70 മക്കൾ ഒരു പിരിവ് നടത്തിയിട്ടില്ല. ഞങ്ങളെ കൂടെ പറപ്പിങ്ങൾ, നൂറഹബീന് മുത്തുമണികൾ, അതുപോലെ ഇവിടെ വരുമ്പോൾ ആളുകൾ തരുന്ന പൈസ 3 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. 3 ഏക്കർ. ഈ 3 ഏക്കർ സ്ഥലം 4 സെന്റ് വീതം പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണ്. 17ഓളം എത്തിയ മക്കൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാർ ചെറിയ പൈത മക്കള്, വാപ്പല്ലാത്ത, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത കുറെ കുടുംബങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് സാർ. ഇതാണോ സാർ നിങ്ങൾ പറഞ്ഞ ഈ ആത്മീയ ചൂഷണം? അതാണോ സാർ ഞാൻ ചെയ്തത്?